എന്തിനാ നീ ഇങ്ങനെ കുടിക്കുന്നത്? ഇനിയെങ്കിലും ഈ കുടിയെല്ലാം നിർത്തിക്കൂടെ? മഹേഷിനെയും സുനിയെയും ഒഴിവാക്കി തനിയെ കുടിക്കുന്ന പാർത്തിയോട് വരുൺ ചോദിച്ചു. ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. രാത്രിയെങ്കിലും എനിക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങണം. അത് പറയുമ്പോൾ അവൻ്റെ മുഖഭാവം വേദന കലർന്ന ഒരു തരം ഗൗരവമായിരുന്നു. പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലുണ്ടായിരുന്ന മദ്യം വായിലേക്കൊഴിച്ചു. പ്രവിയോട് നിനക്ക് ഇനിയും ക്ഷമിക്കാൻ പറ്റില്ലേ? അവൻ ഒത്തിരി വിഷമമുണ്ട്. നടന്നതിനൊന്നിനും അവൻ കാരണക്കാരനല്ല. അത് അറിഞ്ഞുകൊണ്ട് നീ എന്തിനാ അവനോട് ഈ അകൽച്ച കാണിക്കുന്നത്? വരുൺ പറഞ്ഞു തുടങ്ങിയതും പാർത്തി അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. അങ്ങനെ തന്നെയാവും അവൻ്റെ പ്രതികരണമെന്ന് വരുണിന് നേരത്തെ തന്നെ അറിയാമായിരുന്നതുകൊണ്ട് പിന്നെ കൂടുതൽ പ്രാവശ്യം സംസാരിക്കാൻ അവനും മുതിർന്നില്ല. സമയം രാത്രി 10 മണിയായതും വരുൺ പാർത്തിയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നോക്കി. നീ നിന്റെ കാര്യം നോക്ക് വരുൺ. എന്നെ നന്നാക്കാൻ വേണ്ടി നീ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടോ? അവൻ്റെ ഒരു ഉപദേശം. കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ തൻ്റെ വണ്ടിയും എടുത്തുകൊണ്ട് പോകുന്നത് വരുൺ നോക്കി നിന്നു. അവൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം മുറ്റത്ത് കേട്ടതും ജോലിക്കാരിൽ ഒരാൾ വന്ന് വാതിൽ തുറന്നുകൊടുത്തു. ആടിയാടി അവൻ മുകളിലേക്ക് കയറിപ്പോകുന്നത് നോക്കി ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അയാൾ കയറിപ്പോയി. പാർത്തി വന്നതൊന്നും അറിയാതെ സുഖനിദ്രയിലായിരുന്നു മന്ത്ര. ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അവൻ മെല്ലെ അകത്ത് കയറി. ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് പോലും മാറാതെ അവൻ ബെഡിലേക്ക് കമിഴ്ന്നു. വീഴുമ്പോൾ സുന്ദര സ്വപ്നങ്ങൾ കണ്ട് അവൾ ശാന്തമായി ഉറക്കത്തിലായിരുന്നു. അതിരാവിലെ തന്നെ മന്ത്ര ഉണർന്നു. തൻ്റെ വീട്ടിൽ അമ്മായിയെ പേടിച്ച് ഈ സമയത്ത് ഉണർന്ന് ശീലമുള്ളതിനാൽ തന്നെ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അപ്പോഴാണ് അവൾ കട്ടിലിൽ കിടക്കുന്നവനെ കണ്ടത്. ഇത് എപ്പോൾ വന്ന് കിടന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ കുളിക്കാനായി കയറി. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അവൻ ഗാഢനിദ്രയിൽ തന്നെയായിരുന്നു. അവൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കമല പൂജാമുറിയിൽ വിളക്ക് കൊടുത്തുന്നത് കണ്ട് അവളും ഒപ്പം കൂടി. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് സരസ്വതി അമ്മ തൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. അവർക്ക് എന്തുകൊണ്ടോ ആ സമയം ഓർമ്മ വന്നത് പാർത്തിയുടെ അമ്മയെയായിരുന്നു. ആ ഓർമ്മയിൽ അവരുടെ മിഴികൾ ഈറനായി. കണ്ണൻ ഇന്നലെ കുടിച്ചിട്ടാണോ വന്നത് മോളെ? അവരുടെ ചോദ്യത്തിന് അവൾ തലകുനിച്ചു. ഞാൻ ഉറങ്ങിപ്പോയി മുത്തശ്ശി. വന്നത് ഞാൻ അറിഞ്ഞില്ല. സാരില്ല കുഞ്ഞെ, വിവാഹം കഴിഞ്ഞാലെങ്കിലും അവൻ മാറുമെന്ന് ഞാൻ കരുതി. പക്ഷേ അതിനല്പം കൂടി സമയം വേണ്ടിവരുമായിരിക്കും. നിന്നെപ്പോലെ ഒരു മോളെ അംഗീകരിക്കാതിരിക്കാൻ അവന് കഴിയില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേണിയും അവളുടെ അമ്മയും കൂടി അവിടേക്ക് വന്നു. വേണി കോളേജിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. ജോലിക്കാരി ഇട്ടുവെച്ച ചായ കമല ഗ്ലാസുകളിലാക്കി. അപ്പോഴേക്കും ഓരോരുത്തരായി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. കണ്ണൻ ഇന്നലെയും വൈകിയാണല്ലോ വന്നത്. പെണ്ണു കെട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്നർത്ഥം. ഒരു പുച്ഛത്തോടെ ശ്രീലത പറഞ്ഞതും സരസ്വതി അമ്മ അവരെ നന്നായി നോക്കി ദഹിപ്പിച്ചു. അമ്മ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നിർബന്ധിച്ച് അവനെ കല്യാണം കഴിപ്പിച്ചാൽ അവൻ്റെ കൂടി കൂടുകയുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവരുടെ സംസാരം കേട്ടതും മന്ത്രയുടെ മുഖം വാടി. അവൾ ഒരക്ഷരം പോലും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. നീ പറയുന്നത് കേട്ടാത്തൊന്നും അവൻ ആദ്യമായാണ് വൈകി വരുന്നതെന്ന്. പണ്ട് 12 മണിക്ക് വന്നവൻ ഇന്നലെ 10 മണി കഴിഞ്ഞപ്പോഴേക്കും എത്തിയില്ലേ? അതൊരു നല്ല സൂചനയല്ലേ ശ്രീലതേ? കമലയുടെ ചോദ്യം കേൾക്കാത്തതുപോലെ ശ്രീലത ചായക്കപ്പിൽ ശ്രദ്ധിച്ചു. സാധാരണ ഇത്തരം അവസരങ്ങളിലൊന്നും തന്നെ കമല പാർത്തിയെ ന്യായീകരിക്കാറില്ല. എന്നാൽ തലകുനിച്ച് നിൽക്കുന്ന മന്ത്രിയെ കണ്ടപ്പോൾ അവർ അറിയാതെ തന്നെ പ്രതികരിച്ചു പോയതാണ്. ശ്രീലത അവിടെ നിന്നും എഴുന്നേറ്റ് പോയതും കമല മന്ത്രിയുടെ തലമുടിയിൽ മെല്ലെ തഴുകി. നീ വിഷമിക്കേണ്ട മോളെ, എല്ലാം ശരിയാകും. നിന്നെപ്പോലൊരു മോളെ അധിക നാളൊന്നും ദൈവം വേദനിപ്പിക്കില്ല. അവരുടെ വാക്കുകൾ കേട്ടതും അവൾ പുഞ്ചിരിച്ചു. എടി പാർവതി! അടുക്കളയിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടു നിന്നവൾ ആ വിളി കേട്ട് ഞെട്ടി. കയ്യിലുണ്ടായിരുന്ന കത്തി വിരലിൽ കൊണ്ട് ചോര പൊടിയാൻ തുടങ്ങി. അവൾ ദയനീയമായി തൻ്റെ അരികിൽ നിൽക്കുന്നവരെ നോക്കി. ചെല്ലുമോളെ, ചെല്ലാൻ താമസിച്ചാ അതിൻ്റെ പേരിൽ കൂടി നീ വേദനിക്കേണ്ടി വരും. നല്ലതും ചീത്തയും പറഞ്ഞുകൊടുത്ത് വളർത്തിയിട്ടും തൻ്റെ മകൻ ഇങ്ങനെയായി പോയതിൻ്റെ വേദന ആ വാക്കുകളിലുണ്ടായിരുന്നു. അവരുടെ വാക്കുകൾ കേട്ടതും അവൾ വേഗം തന്നെ കൈ കഴുകിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. വിളിച്ചാൽ അപ്പോൾ വരണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? ദാ ഇവിടെ ഇരുന്ന് എൻ്റെ കാലൊന്ന് തിരുമ്മിത്താ. അത് കേട്ടതും അവൾ തൻ്റെ സാരിത്തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് എണ്ണയൊഴിച്ച് മെല്ലെ കാൽ തിരുമ്പാൻ തുടങ്ങി. നിന്റെ മറ്റവൻ്റെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞോ നീ? ആ വാക്കുകൾ കേട്ടതും ചലിച്ചുകൊണ്ടിരുന്ന അവളുടെ കൈകൾ പെട്ടെന്ന് നിശ്ചലമായി. ദാ ഫോട്ടോ കാണിച്ചു തരാം ഞാൻ പറഞ്ഞുകൊണ്ട്
അയാൾ തൻ്റെ ഫോണിലുള്ള ഫോട്ടോ ഒരു തരം ആത്മനിർവൃതിയോടെ അവൾക്ക് നേരെ നീട്ടി. മന്ത്രയുടെ കഴുത്തിലേക്ക് താലി ചാർത്തുന്ന പാർത്തി. അവൾ ഒരു നിമിഷം ആ ഫോട്ടോയിലേക്ക് നോട്ടം പായിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു. അവളുടെ കണ്ണിൽ ചുവന്ന വരകൾ തെളിയുന്നതും അവൾ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന അയാളുടെ പാദത്തിലേക്ക് ഒരു തുള്ളി ഇറ്റ് വീഴുന്നതും വർദ്ധിച്ച ആഹ്ലാദത്തോടെ അയാൾ നോക്കി. എന്താ, സങ്കടം തോന്നുന്നുണ്ടോ നിനക്ക്? എങ്ങനെ സങ്കടമില്ലാതിരിക്കും? കുറച്ചുനാൾ അവൻ കൊണ്ടു നടന്ന് സുഖിപ്പിച്ചതല്ലേ? അയാളുടെ വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനാവശ്യം പറയരുത് ജയേട്ടാ, ഇടറുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. എൻ്റെ നേരെ ശബ്ദം ഉയർത്തുന്നോടി ടേഷും മോളെ. സത്യം പറഞ്ഞപ്പോൾ നിനക്ക് കൊണ്ടു അല്ലേ? അവൻ്റെ വിഴുപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ തലയിലേറ്റത് കേട്ടോടി. അവൾ ശീലാവധി ചമയുന്നു. വാ പൊത്തി കരഞ്ഞതല്ലാതെ അവൾ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. അവളുടെ മനസ്സിലേക്ക് പാർത്തി അവസാനമായി പറഞ്ഞ വാക്കുകൾ കടന്നു വന്നു. എൻ്റെ ഒപ്പം വാ പാർവതി. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മരിച്ചു പോവുകയുള്ളൂ ഞാൻ. ഇനിയൊരവസരം നമുക്ക് കിട്ടില്ല. അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിറഞ്ഞ മിഴികളോടെ പറഞ്ഞവൻ്റെ കൈകൾ അടർത്തി മാറ്റി അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു. ആ ഓർമ്മയിൽ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ഇല്ല, ഇനി ഓർത്ത് കരയാൻ പോലും തനിക്ക് അർഹതയില്ല. പൂർണ്ണമായും മറ്റൊരാളുടേതായി മാറിയിരിക്കുന്നു. ഉപേക്ഷിച്ചു വന്നവൾക്ക് ഓർത്ത് സങ്കടപ്പെടാൻ പോലും അവകാശമില്ല. ഉറച്ച മനസ്സോടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ വീണ്ടും കൈകളിൽ എണ്ണ പുരട്ടി തിരുമാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഭാവമാറ്റം കണ്ട് ജയൻ പോലും ഞെട്ടി. യാന്ത്രികമായി ചെയ്യുന്ന പ്രവൃത്തി തുടരുമ്പോഴും പാർവതിയുടെ മനസ്സ് പഴയ കാലത്ത് കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ജയനും ഓർക്കുകയായിരുന്നു ഇരുവരെയും തമ്മിൽ പിരിയിക്കാൻ താൻ കളിച്ച കളികളെക്കുറിച്ച്. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ടായിരുന്ന ചെറുപ്പക്കാർ: പ്രവീൺ, വരുൺ, പാർത്തി. ക്ഷേത്രത്തിലെ ഉത്സവം, ഓണാഘോഷം, അങ്ങനെ എല്ലാ പരിപാടികളിലും അവർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ സൗഹൃദം എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. മൂവരും പരസ്പരം വീടുകളിൽ ഒരുമിച്ച് കൂടുന്നത് പതിവായിരുന്നു. പ്രവീണിൻ്റെ ഒപ്പം പലപ്പോഴും വന്നിരുന്ന പാർത്തി എപ്പോഴോ പാർവതിയുടെ മനസ്സ് കീഴടക്കി. ആ 17കാരിയുടെ മനസ്സിൽ 22കാരൻ തെളിമയോടെ നിറഞ്ഞു നിന്നു. മനക്കലെ ജയകൃഷ്ണനുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പാർത്തി എപ്പോഴും ശാന്തനായിരുന്നു. ആരോടും വെളിപ്പെടുത്താതെ പാർവതി ഉള്ളിൽ സൂക്ഷിച്ച പ്രണയം എപ്പോഴൊക്കെയോ പാർത്തി തിരിച്ചറിഞ്ഞു. എങ്കിലും പ്രവീണിനെ ഓർത്ത് അവൻ ആ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചു. ആരുടെയും മുഖത്തു പോലും നോക്കാത്ത, ഒന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും അറിയാത്ത പാർവതി രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം പ്രവീണിനോട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. എന്നാൽ പ്രവീൺ അത് കേട്ട് സന്തോഷിക്കുകയാണ് ചെയ്തത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേർ ഒരുമിക്കുന്നത് അവനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അവൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണം കിട്ടിയതും അവൾ കുറച്ചുകൂടി തൻ്റെ പ്രണയം പ്രകടമാക്കാൻ തുടങ്ങി. പാർത്തിയുടെ ഉള്ളിലും അവളോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ ആർക്കാണ് ഇഷ്ടപ്പെടാൻ കഴിയാത്തത്? എന്നാൽ താൻ അവളെ പ്രണയിക്കുന്നത് സുഹൃത്തിനോടുള്ള വഞ്ചനയാകുമോ എന്ന ഭയത്താൽ അവൻ പ്രവീണിനോട് എല്ലാം തുറന്നു പറഞ്ഞു. അവൻ്റെ സമ്മതത്തോടെ മാത്രമേ അവളെ തിരികെ പ്രണയിക്കൂ എന്നത് അവൻ്റെ ഉറച്ച തീരുമാനം തന്നെയായിരുന്നു. നീ എന്താ കരുതിയത്? ഇത് കേട്ട് ഞാൻ ദേഷ്യപ്പെടുമെന്നോ? ഈ വാർത്ത അറിഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാൻ തന്നെയാകും. എൻ്റെ അനുജത്തിക്ക് നിന്നേക്കാൾ നല്ല ഒരാളെ എവിടെ നിന്നാണ് ഞാൻ കണ്ടെത്തി കൊടുക്കുക? പറഞ്ഞുകൊണ്ട് പ്രവീൺ അവനെ ഇറുക്കിപ്പുണർന്നപ്പോൾ പാർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആഹാ, അപ്പോൾ അളിയനും കൂടി എന്നെ ഒഴിവാക്കുകയാണല്ലേ? അടുത്തു നിന്ന് വരുൺ ചോദിച്ചതും ഇരുവരും അവനെ കൂടി ചേർത്ത് കെട്ടിപ്പിടിച്ചു. ആ നിമിഷം മുതൽ പാർത്തി മറ്റെല്ലാം മറന്ന് അവളെ പ്രണയിക്കാൻ തുടങ്ങി. അവൻ്റെ തീവ്രമായ പ്രണയം അവൾ തിരിച്ചറിഞ്ഞുവെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവനൊരു അതിർവരമ്പ് സൂക്ഷിച്ചിരുന്നു. പുഴക്കരയിലെ വള്ളിപടർപ്പിൻ്റെ മറവിലിരിക്കുകയായിരുന്നു ഇരുവരും. ഉച്ചസമയമായതിനാൽ തന്നെ ആരും അങ്ങോട്ടേക്ക് വരാറില്ല. ഇരുവരും മുഖത്തോട് മുഖം നോക്കി ഒത്തിരി സമയമിരുന്നു. അവൻ്റെ നോട്ടത്തിൻ്റെ തീവ്രത താങ്ങാനാവാതെ അവൾ മുഖം താഴ്ത്തിയപ്പോൾ അവൻ അവളുടെ കൈപ്പത്തി ഇരുകൈകൾക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. സ്നേഹം കാണിച്ച് കൊതിപ്പിച്ചതിന് ശേഷം നീ എന്നെ വിട്ടുപോകുമോ പാർവതി? അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അതിന് ഞാൻ മരിക്കണം. വിട്ടുപോകാനായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഞാൻ പ്രണയിക്കില്ലായിരുന്നു. മരണത്തിനല്ലാതെ നമ്മളെ തമ്മിൽ പിരിക്കാനാവില്ല.
അവളുടെ മറുപടി കേട്ടപ്പോൾ അവളെ ഒന്ന് ഇറുക്കെ പുണരാൻ അവൻ ആഗ്രഹം തോന്നി. എങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവളുടെ കൈപ്പത്തിയിൽ അവൻ ചുണ്ടു ചേർത്തു. അധികമായ സ്നേഹപ്രകടനങ്ങളും പരസ്പരം കാണലും ഒന്നുമില്ലാത്തതിനാൽ തന്നെ അവരുടെ പ്രണയം ഒരു രഹസ്യമായി തുടർന്നു. പരസ്പരം നോട്ടം കൊണ്ട് മാത്രം അവർ 1000 കഥകൾ കൈമാറി. അവളില്ലാതെ അവനോ അവനില്ലാതെ അവൾക്കോ ജീവിക്കാൻ പറ്റില്ല എന്നവസ്ഥ. ജയൻ പല രീതിയിലും അവനെ ദ്രോഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പാർവതിയുമായി പ്രണയത്തിലായതിനു ശേഷം പലപ്പോഴും അവൻ സംയമനം പാലിക്കാൻ ശ്രമിക്കുമെങ്കിലും ജയനും കൂട്ടാളികളും പലപ്പോഴും അവൻ്റെ അമ്മയുടെ പേര് പറഞ്ഞ് അവനെ പ്രകോപിതനാക്കും. അച്ഛൻ ചെയ്ത തെറ്റിന് നിരപരാധിയായ തൻ്റെ അമ്മയെ പഴി പറയുന്നത് അവന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതിനാൽ തന്നെ ആരവരെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞാലും സ്വയം മറന്ന് അവൻ പ്രതികരിക്കാറുണ്ടായിരുന്നു. എന്നാൽ അവർ നല്ല സ്വഭാവത്തിന് ഉടമയാണ് എന്ന് മറ്റെല്ലാവർക്കും തന്നെ അറിയാവുന്നതിനാൽ അവരാരും തന്നെ അവരെക്കുറിച്ച് ഒരു വാക്കുപോലും മോശമായി പറയാറുണ്ടായിരുന്നില്ല. അമ്മയെ പറഞ്ഞാൽ മാത്രമേ അവന് ദേഷ്യം വരൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ജയകൃഷ്ണൻ അവരെക്കുറിച്ച് മോശമായി സംസാരിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം കവലയിലെ ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് സ്ഥിരം അവൻ ചെന്നിരിക്കാറുള്ള വള്ളിപ്പടർപ്പിനുള്ളിൽ ഇരിക്കുകയായിരുന്നു പാർത്തി. സുഹൃത്തുക്കൾ പിന്നാലെ വരാൻ ഒരുങ്ങിയെങ്കിലും അവരെ തടഞ്ഞുകൊണ്ടാണ് അവൻ അവിടേക്ക് പോയത്. എന്നാൽ പ്രവീണിൽ നിന്നും ഈ വാർത്ത അറിഞ്ഞ പാർവതി അവനെ തിരഞ്ഞ് അവിടെ എത്തി. "ഏട്ടാ." അവൻ്റെ തോളിൽ കൈവച്ച് അവൾ വിളിച്ചതും അവൻ തിരിഞ്ഞ് അവളെ ഇറുക്കി പുണർന്നുപോയി. തൻ്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നവനെ അവൾ തലയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കള്ളു കുടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്ന ജയകൃഷ്ണൻ്റെ കൂട്ടാളി ഇരുവരെയും കണ്ടു. കൂട്ടുകാരനിൽ നിന്നും ഈ വാർത്ത അറിഞ്ഞ ജയകൃഷ്ണന് സന്തോഷമടക്കാനായില്ല. പാർത്തിക്ക് നേരെ പ്രയോഗിക്കാൻ അടുത്ത ആയുധം കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൻ. എന്നാൽ പ്രവീണിനൊപ്പം ഒരു ദിവസം പാർവതിയെ കാണുന്നതുവരെ ആ സന്തോഷം നീണ്ടു നിന്നുള്ളൂ. ഭൂമിയെപ്പോലും വേദനിപ്പിക്കാതെ നടക്കുന്ന അപ്സരസിനെ പോലെ സുന്ദരിയായ പെൺകുട്ടി. എന്തൊക്കെ സംഭവിച്ചാലും അവളെ പാർത്തിക്ക് കിട്ടരുത് എന്ന് ജയകൃഷ്ണൻ ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നും ലക്ഷ്യം കണ്ടില്ല. ഒടുവിൽ അതിനുവേണ്ടി അവൻ നടത്തിയ അവസാനത്തെ പരിശ്രമമായിരുന്നു പാർവതിയുടെ വീട്ടിലേക്ക് ഒരു വിവാഹാലോചന. ആ സമയത്തൊക്കെ പാർത്തിയുമായുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ തൻ്റെ കൂടെയുള്ളവരെ ഇറക്കി മാറി നിൽക്കുന്ന ജയകൃഷ്ണന് നാട്ടിൽ ചീത്തപ്പേരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം പേരുകേട്ട തറവാട്ടിലെ കാണാൻ സുമുഖനായ ചെറുപ്പക്കാരൻ്റെ ആലോചന പാർവതിയുടെ അച്ഛന് ശരിക്കും ബോധിച്ചു. അത്രത്തോളം പേരും പെരുമയും സാമ്പത്തികവും ഇല്ലെങ്കിലും നാട്ടിലെ ഒരുവിധം അറിയപ്പെടുന്ന കുടുംബം തന്നെയായിരുന്നു പാർവതിയുടേതും. അവളുടെ അച്ഛൻ ജനാർദ്ദനൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനുമായിരുന്നു. അച്ഛനോട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയാൻ ഭയന്ന പാർവതി പ്രവീണിനെ കൊണ്ട് തൻ്റെ ഇഷ്ടം തുറന്നു പറയിപ്പിച്ചു. ഈശ്വരമഠം എന്ന തറവാട്ടു പേര് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് ആ ബന്ധത്തിനോട് താല്പര്യം തോന്നി. എന്നാൽ തല്ലും വഴക്കുമായി നടക്കുന്ന പാർത്തിയെ അയാൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞതുമില്ല. ഇരുമനസ്സുമായി ഇയാൾ നിന്ന സമയത്ത് ജയകൃഷ്ണനിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് പാർവതിയുടെ ഒരു ബന്ധു അയാളെ കാണാനെത്തി. തൻ്റെ മനസ്സിലെ ആശങ്കകൾ അയാൾ വന്നയാളോട് പങ്കുവെക്കുകയും ചെയ്തു. "എൻ്റെ അളിയ, ഈശ്വരമഠത്തിലെ ചെക്കനോ? അപ്പോൾ അളിയൻ അവരുടെ കുടുംബചരിത്രമൊന്നും അറിയില്ല അല്ലേ?" അയാളുടെ ചോദ്യം കേട്ട ജനാർദ്ദനൻ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. "അളിയനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കുറേ വർഷം പുറത്തായിരുന്നില്ലേ? ആ ചെക്കൻ്റെ അമ്മ ജീവിച്ചിരിക്കവേ തന്നെ മഹാദേവൻ മറ്റൊരുത്തിയോടൊപ്പം പൊറുതി തുടങ്ങി. അതിൻ്റെ പേരിലാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തത്. ഭദ്രനും അവരുമായി അവിഹിതമുള്ളത് കൊണ്ട് മഹാദേവൻ അവരെ വിട്ടിട്ടു പോയി എന്ന് മറ്റൊരു കഥയുമുണ്ട്. രക്തത്തിൻ്റെ ഗുണം അവൻ നാളെ കാണിക്കില്ല എന്ന് അളിയന് ഉറപ്പുണ്ടോ?" ആ ചോദ്യം ആ പിതാവിൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. കാശിനോട് അല്പം ആർത്തിയുണ്ടെങ്കിലും തൻ്റെ മകളുടെ ജീവിതം നരകതുല്യമാകുന്നത് കാണാൻ അയാൾ ആഗ്രഹിച്ചില്ല. കാശിലും തറവാട്ടിലും മഹിമയിലും ഒട്ടും പിന്നിലല്ലാത്ത മനക്കൽ തറവാട്ടിലെ ജയകൃഷ്ണനുമായുള്ള ബന്ധം അയാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. പാറുവിൻ്റെ വിവാഹം ജയകൃഷ്ണനുമായി ഉറപ്പിച്ചു എന്നറിഞ്ഞ് പ്രവീണും പാർവതിയും ഒരുപോലെ ഞെട്ടിപ്പോയി. പാർത്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് തൻ്റെ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രവീൺ ഒത്തിരി ശ്രമിച്ചു.
എന്നാൽ കൂട്ടുകാരന് വേണ്ടി അനുജത്തിയുടെ ജീവിതം ഹോമിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നിശബ്ദരാക്കുകയാണ് ജനാർദ്ദനൻ ചെയ്തത്. ഒടുവിൽ പാർവതി അച്ഛൻ്റെ കാലുപിടിച്ച് കരഞ്ഞു നോക്കി. എന്നാൽ ഒരല്പം പോലും അയാളുടെ മനസ്സ് മാറിയില്ല. വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് കൂടി അയാൾ ഭീഷണിപ്പെടുത്തിയതോടെ പാർവതി തളർന്നു. അവസാനമായ ഒരു പ്രാവശ്യം കൂടി പാർത്തിയെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൾ പ്രവീണിനെ കൊണ്ട് സ്ഥിരമായി കാണുന്ന പുഴക്കരയിലേക്ക് അവനെ വിളിപ്പിച്ചു. പാർവതി വിളിക്കുന്നു എന്ന് പ്രവീൺ അറിയിച്ചപ്പോൾ ഏറെ പ്രതീക്ഷകളോടെ ഓടി വന്നതായിരുന്നു പാർത്തി. എന്നാൽ നിർജീവമായ മുഖത്തോടെ നിൽക്കുന്ന പാർവതിയെ കണ്ടതും അവൻ്റെ മനസ്സിൽ സംശയങ്ങൾ മുളപൊട്ടി. എന്നോട് ക്ഷമിക്കണേട്ടാ, ഈ ജന്മം നിങ്ങളുടേതാകാൻ എനിക്ക് കഴിയില്ല. അച്ഛനെ ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ ഓർത്ത് വേദനിക്കരുത്. അച്ഛൻ ഉറപ്പിച്ച വിവാഹത്തിന് ഞാൻ സമ്മതിക്കാൻ പോവുകയാണ്. അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞ അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ തകർക്കാൻ പാകത്തിനുള്ളതായിരുന്നു. എൻ്റെ ഒപ്പം വാ പാർവതി. നീയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മരിച്ചു പോവുകയുള്ളൂ ഞാൻ. ഇനിയൊരവസരം നമുക്ക് കിട്ടില്ല. അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. സമയം അവൻ്റെ മിഴികൾ രണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കൈകൾ വിടുവിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുകയാണ് അവൾ ചെയ്തത്, അവൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി.